ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബട്ടർ ചിക്കൻ ഇങ്ങനെ ചെയ്യുള്ളൂ. അടിപൊളി ടേസ്റ്റുള്ള ഒറിജിനൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ മുമ്പത്തെ ബട്ടർ ചിക്കൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണിത്. കുറച്ചും കൂടി സ്പൈസി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാൻ മാത്രം യൂസ് ചെയ്തിട്ടുള്ള സൂപ്പർ ഈസി റെസിപ്പിയാണ്. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇതിനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് ബട്ടർ ചിക്കൻ ഏറ്റവും ബെസ്റ്റ്. എല്ലോട് കൂടിയ ചിക്കൻ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള സാദാ മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. നമുക്ക് ഈ റെസിപ്പിയിലേക്ക് ടോട്ടൽ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. ഇഞ്ചിയും വെളുത്തുള്ളിയും തുല്യ അളവിലെടുത്ത് മിക്സിയിൽ അരച്ചെടുത്താൽ മതി. ഇതിലേക്കിനി ചെറിയ സ്പൂണിൽ അഥവാ ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ മാത്രം ഉപ്പും കൂടി ചേർത്ത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ വെക്കുക. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലൊരു നോൺ സ്റ്റിക്ക് കടായിയോ അല്ലെങ്കിൽ അടി കട്ടിയുള്ള സ്റ്റീൽ പാനോ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുക, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 3 മിനിറ്റ് സമയം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. പീസസ് ഇളക്കിയിട്ട് കൊടുക്കരുത്. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം. വീണ്ടും ഒരു 3 മിനിറ്റ് സമയം മാത്രം മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക. ചിക്കൻ ഓവർ കുക്ക് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബട്ടർ ചിക്കനിൽ ചിക്കൻ്റെ ഫ്ലേവർ ശരിക്കും കിട്ടാതെ വരും. ഇത് റെഡി ആയിട്ടുണ്ട്. മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. പാൻ ക്ലീൻ ചെയ്യരുത്. ഇതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ബട്ടറൊക്കെ മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത ഒരു ചെറിയ സൈസ് സവോള ചേർത്ത് കൊടുക്കാം. സവോള ബ്രൗൺ കളറൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. സവോളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്കിനി ബട്ടർ ചിക്കൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളി നന്നായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാൻ 5 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് 500 ഗ്രാം ഉണ്ട്. ഇതുപോലെ നല്ല ചുവപ്പ് കളറുള്ള നന്നായിട്ട് പഴുത്ത പുളി കുറഞ്ഞ തക്കാളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ചുവപ്പ് കളറുള്ള തക്കാളിയും അതുപോലെ തന്നെ കാശ്മീരി മുളകുമാണ് ബട്ടർ ചിക്കൻ ഇതുപോലെ നല്ല കളർ കൊടുക്കുന്നത്. ഇതിലേക്കിനി 50 ഗ്രാം അളവിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. 50 ഗ്രാം എന്ന് പറയുമ്പം ഏകദേശം ഒരു 30-35 അണ്ടിപ്പരിപ്പ് ഉണ്ടാവും. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂണിൽ 1/2 ടീസ്പൂൺ ഉപ്പ്, വിനാഗിരി 1/2 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര, ഗരം മസാല 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, എരിവുള്ള സാദാ മുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സാദാ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് 3/4 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കുന്നവരെ വേവിക്കണം. തിളച്ച് വരുന്നുണ്ട്. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കറക്റ്റ് 15 മിനിറ്റ് സമയം വീണ്ടും അടച്ചു വേവിക്കണം. തക്കാളിയുടെ റോ ഫ്ലേവറൊക്കെ മാറി നന്നായിട്ട് കുക്കാവണം. എന്നാൽ മാത്രമേ ബട്ടർ ചിക്കന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇടയ്ക്ക് 1-2 തവണ തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലേ തക്കാളിയെല്ലാം ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. ഇതിപ്പം ഏകദേശം 15 മിനിറ്റ് സമയം ചെറിയ തീയിൽ വേവിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. തക്കാളിയൊക്കെ ഇതുപോലെ വെന്തുടഞ്ഞ് എണ്ണ തെളിയുന്നവരെ വേവിക്കണം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് അരച്ചെടുക്കണം. ഒരിക്കലും ചൂടോടുകൂടി അരച്ചെടുക്കരുത്. ജാറിൽ നിന്ന് പുറത്തേക്ക് തെറിക്കും. 1-2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം.
ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്താൽ മാത്രമേ ബട്ടർ ചിക്കൻ ശരിയായി കിട്ടുള്ളൂ. ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1-2 മിനിറ്റ് സമയം ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടായി വരുമ്പം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ, 1 ടീസ്പൂൺ അളവിൽ മാത്രം കസൂരി മേത്തി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ വീഡിയോയിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ പർച്ചേസ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. കസൂരി മേത്തി എന്ന് പറയുന്നത് ഉണക്കിയെടുത്ത ഉലുവയുടെ ഇലയാണ്. കസൂരി മേത്തി ഫ്രൈ പാനിലൊന്ന് ചൂടാക്കിയതിന് ശേഷം കൈകൊണ്ട് പൊടിച്ച് ചേർക്കാം. ചൂടാക്കാതെ ചേർത്ത് കഴിഞ്ഞാൽ ബട്ടർ ചിക്കന് അതിൻ്റെ ഒരു റോ ഫ്ലേവർ ഉണ്ടാവും. ഇതിലേക്കിനി 2 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. കസൂരി മേത്തിയും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമൊക്കെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഇനി ചിക്കനും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി മീഡിയം തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പം ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് സമയം വേവിക്കണം. ഇനി തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് സമയം കൂടി ലോ ഫ്ലെയിമിൽ വേവിക്കുക. അവസാനം ഈ രീതിയിൽ വേവിച്ചെടുക്കുമ്പോഴാണ് ബട്ടർ ചിക്കൻ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടുന്നത്. ഇത് റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ ഒരു നുള്ള അളവിൽ മാത്രം കസൂരി മേത്തി കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഏകദേശം ഒരു 5 പേർക്ക് സെർവ് ചെയ്യാവുന്ന അളവിലാണ്. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ മുമ്പ് ചെയ്ത നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള 1-2 റെസിപ്പികളാണിത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.